ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണ എല്ലാവർക്കും, യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ സപ്പോർട്ട് ചെയ്യണ എല്ലാവർക്കും ഒത്തിരി താങ്ക്സ് കേട്ടോ. ആദ്യമേ തന്നെ പറയുന്നു. അപ്പോൾ ഇന്നത്തെ എൻ്റെ പരിപാടി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മഴയൊക്കെ പെയ്യാറായി മൂടിക്കെട്ടി. ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് വെയിലൊന്നുമില്ല, ഇങ്ങനെ മൂടൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് കാലവർഷമൊക്കെ എടുക്കാറായിട്ടുണ്ടല്ലേ. അപ്പോൾ നമ്മുടെ പരിസരമൊക്കെ ഒന്ന് ശുചിയാക്കിയിട്ടില്ലെങ്കിൽ കൊതുകും മറ്റ് ഇതെല്ലാം പെരുകും. കാരണം ഇല മൊത്തം കൊഴിഞ്ഞു വീണേക്കുമല്ലേ. എന്താ ഫുള്ള് ചപ്പും ചവറുമായിട്ട് കിടക്കുക. അപ്പോൾ അതെല്ലാം ഒന്ന് കൂട്ടിയിട്ടില്ലെങ്കിൽ കൊതുകിൻ്റെ ശല്യം ഇനിയും കൂടി. ഇപ്പോൾ ഓൾറെഡി ഉണ്ട്. ഇനി ചക്ക മാങ്ങ ഇതെല്ലാം കൂടെ പൊഴിഞ്ഞ് വീഴുമ്പോഴത്തേക്കുണ്ട് ഭയങ്കര കൊതുകിൻ്റെ ശല്യം. അപ്പോൾ ഞാൻ ഈ ചപ്പും ചവറും എല്ലാം ഒന്ന് കൂട്ടി വയ്ക്കാൻ വേണ്ടി കേട്ടോ ഞാൻ ഇറങ്ങിയത്. അപ്പോൾ ഇതൊക്കെ ഒന്ന് കൂട്ടി വെച്ചിട്ടേ കുറച്ച് കുമ്മായമൊക്കെ ഇട്ട് കൊടുത്താൽ കൊതുകിൻ്റെ ശല്യമൊക്കെ ഒന്ന് കുറയ്ക്കാം. അപ്പോൾ അതുകൊണ്ട് ഇതിങ്ങനെ വലിച്ച് മാറ്റി വെച്ചിട്ടേ അതിൻ്റെ മുകളിൽ മണ്ണൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അതങ്ങ് മണ്ണായി തീർന്നോളൂ, നല്ല വളമായിക്കോളും. ഈ ചപ്പും ചവറും ഇങ്ങനെ കിടക്കുമ്പോൾ നമുക്ക് ഇഴജന്തുക്കൾ ഉണ്ടാവാനുള്ള ഇതിൻ്റെ അടിയിലൊക്കെ ഇരിക്കാനുള്ള സാഹചര്യങ്ങളും കൂടെ ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ ഇതെല്ലാം നനഞ്ഞു കിടക്കണോണ്ടേ ഇതെല്ലാം ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചില്ലെങ്കിൽ എനിക്കിവിടെ കൊക്കോയും കാപ്പിയുണ്ട്. ഈ കൊക്കോയുടെ ചോട്ടിലേക്ക് കൂട്ടി വെച്ചാൽ ഈ കൊക്കോയ്ക്ക് ഇപ്പോൾ തന്നെ വളമിടാനുള്ളതാണ്. അപ്പോൾ അന്നേരം ഓൾറെഡി ചപ്പ് മാറ്റേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് ഞാൻ കൊക്കോയുടെ തോട്ടിലേക്ക് കൂട്ടണില്ല, അല്ലാണ്ട് ഇങ്ങനെ ഓരോ കൂന കൂട്ടി വെക്കുക കേട്ടോ. ഈ കരിയിലേക്ക് ഈ പ്ലാവിൻ്റെ തോട്ടിലേക്ക് കൂട്ടുവാണെങ്കിലേ അതവിടെ കിടന്ന് മണ്ണായി തീർന്നോളും, നല്ല വളമാവില്ലേ. കരിയിലയൊക്കെ ഏറ്റവും നല്ല വളം. കരിയില, പച്ചിലകൾ, അടയ്ക്കേണ്ട സമയമില്ല. പിന്നെ കരിയിലൊക്കെ കൂട്ടി വെച്ച് കമ്പോസ്റ്റ് ആയി കഴിയുമ്പോൾ നമ്മുടെ ചെടികൾക്കും പച്ചക്കറികൾക്കൊക്കെ ഇട്ട് കൊടുക്കാൻ നല്ല വളം കേട്ടോ. വേറെ അഡീഷണൽ വളങ്ങളൊന്നും ചെയ്യാണ്ടേ അത് നന്നായിട്ട് കയറി പോരും. ഈ കരിയില നമ്മുടെ പച്ചക്കറിയുടെ തോട്ടിലും പിന്നെ എനിക്കിതിൽ കുറേ അടുത്ത് നമ്മുടെ പച്ചക്കറി തോട്ടത്തിലൊക്കെ കാട് കയറാണ്ട്. ഈ മഴ അടുപ്പിച്ച് പെയ്യുമ്പോൾ ഭയങ്കര കാടായിരിക്കുമല്ലോ. കൊണ്ടുവരണം. പിന്നെ പുല്ല് കയറാണ്ടിരുന്നോളൂല്ലോ, ആ ഒരു എളുപ്പപ്പണി കിട്ടും. കാപ്പിയും കൊക്കോയും ആയതുകൊണ്ടേ നിറച്ചും കരിയില. ഇങ്ങനെ രണ്ട് കമ്പെടുത്ത് മാറിക്കും. പണ്ടൊക്കെ ഇങ്ങനെ കമ്പും കൊണ്ടല്ലേ ചേച്ചിമാരൊക്കെ ഇഞ്ചിക്കും മഞ്ഞളിനൊക്കെ സ്ഥലം ഒരുക്കുമ്പോഴേ കമ്പൊക്കെയുണ്ട്. അപ്പോൾ ഒരു കാര്യം പറയാൻ വിട്ടുപോയിട്ടോ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഒക്കെ കാണുമ്പോൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യണേ. അപ്പോൾ ഒന്നും ചെയ്യാനില്ലെങ്കിൽ ഒരു ഇമോജി എങ്കിലും ഇടണേ. അതുപോലെ തന്നെ ഏതെങ്കിലും വീഡിയോസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ഫ്രണ്ട്സിനോ ഫാമിലിക്കോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്യുവാണെങ്കിൽ ഒരു സപ്പോർട്ടായിരുന്നു കേട്ടോ. ഹായ്, എല്ലാവർക്കും സുഖാണോ? ഗുഡ് ന്യൂസ് പറയട്ടെ, എന്നെ സ്കൂളിൽ ചേർത്തു. കമ്പൊക്കെ എടുത്ത് മാറ്റി കൂട്ടാം. പണി നിർത്താറായിട്ടോ, എടുത്തു. കംപ്ലീറ്റ് ആയിട്ടില്ല, അങ്ങോട്ട് കംപ്ലീറ്റ് ആയിട്ടില്ല. അന്ന് കംപ്ലീറ്റ് ചെയ്യണം അടുത്ത ദിവസം കൊണ്ട്. അപ്പോൾ ഇന്ന് കയറി. അപ്പോൾ ഇത്രയൊക്കെ മെനയായിട്ടുണ്ട് കേട്ടോ. ഇനി ഇവിടെ അത്യാവശ്യം ഒന്ന് കുമ്മായം കൊണ്ട് ഇട്ട് കൊടുത്ത കൊതുകിൻ്റെ ശല്യം ഒരു പരിധി വരെ കുറയ്ക്കാമെന്ന് എനിക്ക് തോന്നുന്നു.